നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്നു വന്നിരുന്ന ജാതി വിവേചനവും വർഗീയതയും തൊട്ടുകൂടായ്മയും ഇന്നും സംസ്കാരം പോലെ കാത്തു സൂക്ഷിച്ചു നടക്കുന്ന ഇന്നത്തെ സമൂഹം അറിയേണ്ട ഒരു വിശുദ്ധനുണ്ട്. വിഭജിക്കുന്നതിനെതിരെ ഏകതയുടെ വഴിയിലൂടെ ജീവിതം മുഴുവൻ നടന്നു കാട്ടിയ ഒരു മനുഷ്യന്റെ കഥ. The weapon may be formed, but it won't prosper. When the darkness falls, it won't prevail. 'Cause the God I serve knows only how to triumph. And my God will never fail. I'm gonna see a victory. I'm gonna see a victory. For the battle belongs to you, Lord. Yeah. ഇനി എല്ലാരും ഇന്നലെ പഠിപ്പിച്ച അക്ഷരങ്ങൾ എഴുതിയേ. ഹേ മണിയ, നീ എങ്ങോട്ട് വാ? നമുക്കൊരോട് പഠിക്കാനുണ്ട്. ഇവിടെ ഒന്ന് ഇരിക്കി. എന്താണ് കുര്യാക്കോസ് നീ പറയുന്നത്? താഴ്ന്ന ജാതിക്കാരെ അവിടെ പഠിപ്പിക്കില്ലെന്നറിയില്ലേ? ഇവിടെ പഠനം മേൽജാതിക്കാർക്ക് മാത്രമുള്ളതാണ്. ആശാനെ, മണിയനും ദൈവത്തിന്റെ മകനാണ്. തമ്പുരാന്റെ മുന്നിൽ എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ഇല്ല കുര്യാക്കോസ്, നിന്റെ മതം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ സമൂഹം അതിനെ അനുവദിക്കുന്നില്ല. ഇത് ശരിയല്ല ആശാനെ. താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം കിട്ടണം. ഞാൻ വളർന്നു വലുതായ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാലയം ഉണ്ടാക്കും. അതൊന്നും നടക്കില്ല കുട്ടി. ഇത്ര വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. അന്ന് മണിയൻ അനുഭവപ്പെട്ട അവഗണന കുഞ്ഞു കുര്യാക്കോസിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾക്കപ്പുറം ഇതേ ആശയം മുൻനിർത്തി ഒരുപാട് പ്രതീക്ഷകളോടെ 13-ാം വയസ്സിൽ കുര്യാക്കോസ് സെമിനാരിയിൽ ചേർന്നു. കുട്ടികളെ, കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ പൗരോഹിത്യ സ്വീകരണമാണെന്ന് അറിയാമല്ലോ. അതിനുശേഷം നിങ്ങൾ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള മേഖലകളെ കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. കുര്യാക്കോസെ, നിന്റെ ആശയം എന്താണ്? എനിക്കൊരു സ്വപ്നമുണ്ട് അച്ചു. താഴ്ന്ന ജാതിക്കാർക്ക് കൂടി വിദ്യാഭ്യസിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെടുക്കണം. എല്ലാ പള്ളികളുടെ കൂടെ വിദ്യ അഭ്യസിക്കാൻ ഒരിടം, പള്ളിക്കൂടം. അതാണ് എന്റെ ആശയം. ജാതിവർണ്ണ വിവേചനമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ വിദ്യ അഭ്യസിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ ഗ്രാമം മുഴുവൻ സഞ്ചരിച്ച് പ്രസംഗിച്ചു. കാവലായി ചേകവരുണ്ടോ, ആശയായി നാളമുണ്ടോ, കാടും ഈ കരയും
നിങ്ങളെന്താ പള്ളിക്കൂടത്തിൽ വരാത്തത്? നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രായമായല്ലോ. അച്ഛോ, എന്നെ മനസ്സിലായോ? ഞാനാണ് മണിയൻ. ആ മണിയാ, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് കളരിയിൽ നിനക്കുണ്ടായ അനുഭവം നിന്റെ മക്കൾക്ക് വന്നുകൂടാ. വരാൻ ഞാൻ അനുവദിക്കുകയുമില്ല. പക്ഷേ നമ്മുടെ സമൂഹം, ദൈവം എല്ലാവരും ഒരുപോലെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യനതിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ചു. ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെ തുല്യ അവകാശികളുമാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. നന്ദി അച്ഛോ. അപ്പൊ എന്റെ കുട്ടികൾക്കും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും അല്ലേ? കാതിലോതാനാളുണ്ടോ, നിനവുണ്ടോ, നെഞ്ചുണ്ടോ, കനവുണ്ടോ, തീയുണ്ടോ, ഒരു ദേശമാകെ നിന്നാകണം. അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാണിൻ കീഴേ നിന്നാവണം. നിനവുണ്ടോ, നെഞ്ചുണ്ടോ, കനവുണ്ടോ, തീയുണ്ടോ, ഒരു ദേശമാകെ നിന്നാകണം. അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാണിൻ കീഴേ നിന്നാവണം. അക്ഷരക്കുരുടത്വം അവസാനിപ്പിച്ചയാൾ, സ്ത്രീ ശാക്തീകരണം, നല്ല ഇടയൻ, ശീഷ്മകൾ ഇല്ലാതാക്കിയാൾ, സാമൂഹ്യ പരിഷ്കർത്താവ്, കേരളത്തിലെ ആദ്യത്തെ സന്യാസ സഭാ സ്ഥാപകൻ, കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കിയ വിശുദ്ധൻ, നവോത്ഥാന നായകൻ, കേരള ജനതയുടെ ആത്മീയ കുരുടത്വം മാറ്റി പ്രകാശത്തിന്റെ കിടാവിളക്ക് തെളിയിച്ച വിശുദ്ധൻ, വിശുദ്ധ ചാവറ കുര്യാക്കോസ്.